കൈ മുറിയേല. കൈ കൊണ്ടാ മുറിയേല. അതാണ് ഈ മെഷീന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ തേങ്ങ ചിരവി വൃത്തിയായിട്ട് കിട്ടും അല്ലേ? അതെ അതെ. ഓക്കെ, ഇതെങ്ങനെ അതിന്റെ പ്രവർത്തനം പറഞ്ഞുതരാം? ഇതിന്റെ പ്രവർത്തനം പറയാം. ഇതിപ്പം നമ്മള് വാക്കൺ ടൈപ്പാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മളിത് പൊടിയൊക്കെ റബ്ബറാണ്, എന്തെങ്കിലും പൊടി ഇതിലോട്ട് നമ്മളിത് കൈ കൊണ്ട് നല്ലപോലെ തൂത്തിട്ട് ഗ്ലാസ്സേലോ ഗ്രാനൈറ്റിലോ ടൈൽസേലോ എവിടെ വേണേലും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ കൊണ്ടുപോയി ജസ്റ്റ് വെച്ചിട്ട് ഈ ലോക്കയില് ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലോക്കെ പിടിച്ച് നല്ലപോലെ ഇങ്ങനെ ബാക്കിലോട്ട് ആക്കി വെക്കും. ഫിക്സ് ആയല്ലേ? അനക്കമില്ല. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ട്രാപ്പർ നമ്മൾ ആ ഒരു ടൈലിൽ ഫിക്സ് ചെയ്യുന്നത്. അതെ അതെ അതെ. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ക്യാപ്പ് നമ്മളിത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഓൺ ഓഫ് സ്വിച്ച്. ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, വേറെ സ്വിച്ച് ഒന്നുമില്ല. സിമ്പിൾ ആണ്, ആർക്ക് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. പിള്ളേർക്ക് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇനിയിപ്പോ സ്വിച്ച് ഓൺ ചെയ്യാം. നമ്മള് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കാം. ഇവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ സൈഡ് ഇങ്ങനെ എടുത്തു പോവാം. സാധാരണ നമ്മൾ ചെയ്യുന്ന വക്ക് തന്നെ എടുത്താണ് ആദ്യം പോകേണ്ടത്. നമ്മൾ ആദ്യമേ അകത്തേക്ക് കയറ്റി അവിടെ അല്ല എടുക്കണ്ടേ, നമ്മൾ വക്ക് എടുത്ത് സാധാരണ ഇടുന്ന പോലെ അങ്ങനെ എടുത്ത് അകത്തോട്ട് പോവാം. ഇതിപ്പോ നമ്മൾ സാധാരണ ചിരണ്ടുന്ന പോലെ തന്നെയാണ് ചിരണ്ടി കിട്ടുന്നത്. നമ്മുടെ ആദ്യത്തെ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അകത്തോട്ട് കയറി പോവാം. പിന്നെ ചിലവർക്ക് ഈ അകത്തെ ഈ ഇതുണ്ടല്ലോ ലാസ്റ്റത്തെ ചുവപ്പ് കളർ വീഴാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നോക്കി ചേർന്നുവാണെങ്കിൽ നമുക്ക് അതില്ലാതെ വെള്ള തന്നെ ആയിട്ട് നമുക്ക് കിട്ടും. കുഴപ്പമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പിള്ളേർക്കായാലും ഉപയോഗിക്കാൻ പറ്റില്ല. പിള്ളേർക്കായാലും ഉപയോഗിക്കാം. ചേട്ടൻ കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, നമ്മുടെ ചേച്ചിയുടെ കൈ മുറിയാതെ തേങ്ങ ചിരാൻ വേണ്ടി ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുത്ത സാധനമാണ്. പിന്നെ ചോദിച്ചാല് നമ്മള് മറ്റേ സാധാരണ ചിരണ്ടുന്നതിലാണെങ്കിൽ നമുക്ക് അതിങ്ങനെ ചിരണ്ടുമ്പോ നമുക്ക് ഷോൾഡർ പെയിൻ വരും. ഇതിലാകുമ്പോ നമുക്ക് ചെയ്യുമ്പോ ആ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് നല്ലൊരു സിമ്പിൾ ആണ്. പിള്ളേർക്ക് തൊട്ട് ആർക്ക് വേണേലും, വീട്ടിലാണെങ്കിലും മോളാണേലും ചെയ്യും, ആർക്ക് വേണേലും. നമുക്ക് എത്ര അത്യാവശ്യം ഒരു രാവിലെ നമുക്ക് ആവശ്യം 5-8 തേങ്ങയൊക്കെ നമുക്ക് ഒന്നിച്ച് ചിരണ്ടി നമുക്ക് ഫ്രീസറിലൊക്കെ തേങ്ങ എടുത്ത് വെക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല. ക്ലീനിങ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഒന്നെങ്കിൽ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ച് ഇത് ഇങ്ങനെ തൂത്തെടുത്താൽ മതി. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അടപ്പിട്ട് നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. വർഷം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ ഇത്തെ പിടിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കുക. സിമ്പിൾ ആയിട്ട് എടുത്തു ഫിക്സ് ചെയ്ത് ഇപ്പം കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സൈഡ് മാറ്റി വെക്കാം. അവിടെ തന്നെ ഇരുന്നോളൂ. ചിലവരെ കൂടുതലും എല്ലാവരും ഇപ്പം തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെക്കുവാണല്ലോ. അതെ അതെ. നമുക്ക് ഒരു 5 തേങ്ങ ആണേലും ചിരണ്ടുന്നതിന് കുഴപ്പമില്ല. ഷെൽഫിൽ എടുത്ത് വെക്കാം. നമുക്ക് ഇൻവേർട്ടർ പോലും വർക്ക് ചെയ്യിക്കാൻ പറ്റും. കറണ്ട് ഒന്ന് പോയാൽ പോലും ഇൻവേർട്ടർ വർക്ക് ചെയ്യും. അതാണ് ഒരു പ്രത്യേകത. കറണ്ട് ഇല്ലെങ്കിലും തേങ്ങ തേങ്ങ സാധാരണ ചിലവേ ആ രീതിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്.